ഭൂതകാലത്തോട് പൊരുതിക്കൊണ്ടിരിക്കാതെ നിലവിലെ സമയത്തെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതാണ് ജീവിത വിജയത്തിന് ആധാരം. ആളുകൾ എന്ത് വിചാരിക്കും എന്നതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴും ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും സന്തോഷിക്കാൻ കഴിയില്ല. ആരോടും അമിതമായ സ്നേഹമോ കരുതലോ വാത്സല്യമോ കാണിക്കരുത്. കാരണം സൗജന്യമായി ലഭിക്കുന്നത് എന്തും വില കുറച്ച് കാണുന്നത് മനുഷ്യൻ്റെ പ്രവണതയാണ്. ആളുകൾ നിങ്ങളെ നിസ്സാരമായി കാണുന്നതിൻ്റെ ഒരേ ഒരു കാരണം അവർ എങ്ങനെ പെരുമാറിയാലും നിങ്ങൾ അവരുടെ കൂടെ കാണും എന്ന തോന്നലിലാണ്. അത് വെറും തോന്നൽ മാത്രമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തിയാൽ അവർ തനിയെ നിങ്ങളുടെ പുറകെ വരും. തോൽവിക്ക് ശേഷം പുതിയ ഒരു തുടക്കത്തിൽ നമ്മൾ ഒന്നും ഭയപ്പെടരുത്. ഇത്തവണ നമ്മൾ പൂജ്യത്തിൽ നിന്നല്ല, അനുഭവങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത്. വിജയികളായി നമ്മുടെ മുന്നിലുള്ള പലരും തുടക്കക്കാരായിരുന്നു ആദ്യം. വെറുമൊരു കരിക്കട്ട വജ്രമായി മാറുന്നത് ഒരുപാട് സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ്. അതുപോലെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ കരുത്തുള്ളവരായി തിളങ്ങുന്നത്. ദേഷ്യം നമ്മുടെ ദുർബലതയാണ്. ക്ഷമയും വിവേകവുമാണ് അതിൻ്റെ മറുമരുന്ന്. കോപം നിയന്ത്രിക്കാൻ ശ്രമിക്കുക. ദേഷ്യം അടങ്ങിയ ശേഷം വിവേകപൂർവ്വം ചിന്തിക്കുക. അപ്പോൾ കോപത്തിൻ്റെ നിസ്സാരത നമുക്ക് മനസ്സിലാവുകയും ക്ഷമയുടെ മഹത്വം ബോധ്യപ്പെടുകയും ചെയ്യും. ചില കള്ളങ്ങൾ അങ്ങനെയാണ്. പറഞ്ഞവർ പെട്ടെന്ന് മറന്നു പോവുകയും കേട്ടവർ കാലങ്ങളോളം ഓർത്തു വയ്ക്കുകയും ചെയ്യും. ചേർത്ത് പിടിക്കുക ആവുന്നിടത്തോളം. എന്നിട്ടും നഷ്ടപ്പെടാനാണ് വിധിയെങ്കിൽ വിട്ടുകളയുക. നിങ്ങൾക്കുള്ളതാണെങ്കിൽ നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും. സന്തോഷം നമുക്ക് ആരോട് വേണമെങ്കിലും പങ്കിടാം. പക്ഷേ മനസ്സിലെ സങ്കടങ്ങൾ നമുക്ക് ചിലരോട് മാത്രമേ പങ്കിടാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ മനസ്സ് മനസ്സിലാക്കിയ ആത്മാർത്ഥ സൗഹൃദങ്ങളോട് മാത്രം. അടുപ്പമുള്ളവരോട് പരമാവധി നുണ പറയാതിരിക്കുക. പലപ്പോഴും സത്യം അറിഞ്ഞിട്ടും നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് അറിയാൻ വേണ്ടി മാത്രം ചോദിക്കുന്നവരാണ് ഭൂരിഭാഗവും. സമയം സൗജന്യമാണ്, പക്ഷേ അത് വിലമതിക്കാനാവാത്തതാണ്. നിങ്ങൾക്കത് ഉപയോഗിക്കാം, പക്ഷേ സ്വന്തമാക്കാൻ കഴിയില്ല. നിങ്ങൾക്കത് ചെലവഴിക്കാം, പക്ഷേ സൂക്ഷിക്കാൻ കഴിയില്ല. ഒരിക്കൽ അത് നഷ്ടപ്പെട്ടാൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്കത് തിരികെ ലഭിക്കില്ല. നുണകളും രഹസ്യങ്ങളുമാണ് പലപ്പോഴും ബന്ധങ്ങൾ ഇല്ലാതാക്കുന്നത്. അത് എത്ര ശ്രദ്ധയോടെയാണെങ്കിലും ഒരു സൂചന എവിടെയെങ്കിലും ഉണ്ടാകും. അന്ധകാരത്തിൽ ചെയ്യുന്നത് എല്ലായ്പ്പോഴും വെളിച്ചത്തിലേക്ക് വരുന്നു. വില കൽപ്പിക്കാത്തിടത്ത് പോകാതിരിക്കുക. കേൾക്കാൻ തയ്യാറല്ലാത്തവരെ മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. ആശങ്കകളെ ആവേശമാക്കി മാറ്റാനുള്ള ചിന്താശക്തിയാണ് വേണ്ടത്. കഷ്ടപ്പാടുകളും തോൽവികളും പരിഹാസങ്ങളും മനുഷ്യജീവിതത്തിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അവയെ അഭിമുഖീകരിക്കാനുള്ള ചിന്താശക്തിയാണ് ജീവിത വിജയത്തിൻ്റെ ആയുധം. സ്നേഹത്തിന് ഒരു മറുവശം കൂടിയുണ്ട്. ആർക്ക് അത് അമിതമായി നൽകുന്നുവോ അവരാൽ തന്നെ നമ്മൾ അവഗണിക്കപ്പെടുമെന്നത്. ഉള്ളതിൽ അഹങ്കരിക്കാതിരിക്കുക. ഇല്ലാത്തതിൽ വിഷമിക്കാതിരിക്കുക. ഉള്ളത് ഇല്ലാതാകാനും ഇല്ലാത്തത് ഉണ്ടാകാനും അധികം സമയം വേണ്ടിവരില്ല. ഇടയ്ക്കിടെ കണ്ണുനീർ തുടയ്ക്കുന്നതിന് പകരം നിങ്ങളുടെ കണ്ണുനീരിന് കാരണമായവരെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തുക. നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാനായില്ലെങ്കിലും നമ്മളെ സന്തോഷിപ്പിക്കാൻ സ്നേഹിക്കുന്നവർ ചെയ്യുന്ന ശ്രമങ്ങൾ മാത്രം മതി മനസ്സ് നിറയാൻ. അതൊരു വാക്കിലൂടെ ആണെങ്കിൽ പോലും. ഭയമുളവാക്കുന്ന ഏതിനെയും അത് വന്നെത്തുന്നത് വരെ മാത്രമേ ഭയക്കാവൂ. അത് വന്നു ചേർന്നാൽ യാതൊരു സംശയവും കൂടാതെ അതിനെ നേരിടണം. ബഹുമാനമായാലും സ്നേഹമായാലും സൗഹൃദമായാലും ആത്മാർത്ഥത ഇല്ലെങ്കിൽ എല്ലാത്തിനും ഒരു പേരേ ഉള്ളൂ: അഭിനയം. സ്വയം സ്നേഹിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് താൻ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ പെരുമാറ്റ രീതികളെ സ്വന്തം പെരുമാറ്റ രീതികളായി തന്നെ പരിഗണിക്കാൻ സാധിക്കും.